ഉദയ്പൂരിലെ സോളോ ട്രിപ്പിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രണ്ടാം ദിവസം നമ്മൾ ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഹോസ്റ്റലിലേക്ക് മാറുവാണ്. ഇവിടെ ടെറസിൻ്റെ മുകളിൽ കയറിയ നദികളാൽ ചുറ്റിപ്പെട്ട ഈ മനോഹരമായ നഗരത്തിൻ്റെ മൊത്തം ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി അവിടുത്തെ ഗലികളിലൂടെ ഞാൻ നടന്നു. ഉദയ്പൂരിൻ്റെ ഭംഗി ഈ ചെറിയ ചെറിയ ഗല്ലികളാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഉദയ്പൂർ ജഗദീഷ് ടെമ്പിളിലോട്ട് ഞാൻ എത്തി. ഇൻഡോ ആര്യൻ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ടെമ്പിൾ കൾച്ചറലിയും റിലീജിയസ്ലിയും വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടെമ്പിളാണ്. മേവാർ ഡൈനാസ്റ്റിയിലെ മഹാരാണ ജതൻ സിംഗ് നിർമ്മിച്ച ഈ ടെമ്പിൾ ലോർഡ് ജഗന്നാഥ, അതായത് നമ്മുടെ വിഷ്ണു ഭഗവാനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. 32 പടികളാണ് കേട്ടോ ഈ അമ്പലത്തിലോട്ട് എത്താനുള്ളത്. കയറി ചെല്ലുമ്പോൾ നേരെ കാണുന്നത് വിഷ്ണു ഭഗവാന്റെ മൂർത്തിയും. അങ്ങനെ അമ്പലം മൊത്തം ചുറ്റിക്കണ്ട് ഞാൻ ഗലികളിലൂടെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സിറ്റി പാലസിലോട്ട് നടന്നു. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ സിറ്റി പാലസ് കണ്ടതല്ലേ? നമ്മൾ രാത്രിയുടെ ഭംഗിയിൽ സിറ്റി പാലസ് എങ്ങനെയുണ്ടെന്ന് കണ്ടു. പക്ഷെ സിറ്റി പാലസിന്റെ അകം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇവരുടെ ഗലികളിൽ നിന്ന് മേടിച്ച് ഇവരുടെ ഒരു കുർത്തയിട്ട് ഇന്നത്തെ യാത്ര ഞാൻ തുടങ്ങി. 400 വർഷങ്ങൾക്ക് മുന്നേ മേവാർ ഡൈനാസ്റ്റി നിർമ്മിച്ച ഈ കൊട്ടാരം ലേക്ക് പിച്ചോലയുടെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. പാലസിനകത്തോട്ട് കയറാൻ 400 രൂപയാണ് കേട്ടോ ടിക്കറ്റിന്. പക്ഷെ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഇത് വേറൊരു ലോകം തന്നെയാണ്. പണ്ടത്തെ രാജാക്കന്മാരുടെ കഥകളും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഓർമ്മിപ്പിക്കുന്ന പോലെ ഒരു സ്ഥലം. ഈ പാലസിലാണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും അത്രയും മനോഹരമായ ഫ്രെയിമാണ്. ഒരുപാട് നിലകൾ കയറാനുണ്ട്. എല്ലാ നിലയിലും ഇതുപോലൊരു ഗാർഡനും ഉണ്ടായിരിക്കും. പുറത്തെ ഭംഗി അങ്ങനെ ആസ്വദിച്ച് ഞാൻ ഒറ്റയ്ക്ക് നടന്നു. കിട്ടുന്ന കാശ് മൊത്തം ഇങ്ങനെ കറങ്ങി കറങ്ങി തീർത്തോ എന്ന് എന്നോട് പലരും കളിയാക്കി പറയാറുണ്ട്. പക്ഷെ ഞാനൊന്നേ വിചാരിക്കാറുള്ളൂ, ഈ വയസ്സും ഈ ആരോഗ്യമുള്ള സമയത്തല്ലേ നമുക്കിതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ ആരോഗ്യമോ സമയമോ നമുക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. അങ്ങനെ ഉദയ്പൂരിലെ സെക്കൻഡ് പാർട്ട് ഇവിടെ തീരുവാണ്. വളരെയധികം മനോഹരമായ കാഴ്ചകളുള്ള അടുത്ത ഭാഗം നമുക്കുടനെ കാണാം.